എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഫേഷ്യലാണ്. ഒരു ബ്രൈഡൽ ഫേഷ്യലാണ് കേട്ടോ. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റിയൊരു ഫേഷ്യലാണ്. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരാണ്. തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും സ്കിന്നിലെ ടാനുകൾ അകറ്റാനൊക്കെ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെൻസിങ് ആണ്. ക്ലെൻസ് ചെയ്യാനായിട്ട് തൈര് ഉപയോഗിച്ച് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ ഫേസിൽ ഇതുപോലെ തൈര് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് ഒരു വൈപ്പർ വെച്ച് വേണമെങ്കിൽ വൈപ്പ് ചെയ്ത് കളയാം. അതല്ല എങ്കിൽ ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും. ഫേസിലുള്ള അഴുക്കുകളൊക്കെ നീങ്ങിയിട്ട് സ്കിൻ നന്നായിട്ടൊരു ഗ്ലോയിങ് ആവും കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് നമ്മളിത് ഈ ഒരു പ്രോസസ്സ് ചെയ്യണം. അടുത്തത് നമ്മൾ സ്ക്രബാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്ക്രബിനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് നമുക്കൊരു 1/2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ക്രിസ്റ്റലായിട്ടുള്ള പഞ്ചസാരയാണ് എടുക്കുന്നത്. പഞ്ചസാര പൊടിയാണെങ്കിൽ അതെടുക്കാം. ക്രിസ്റ്റൽ രൂപത്തിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് മിക്സ് ചെയ്ത് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരു ലേശം കോഫി പൗഡറാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കോഫി പൗഡറാണ്. ഒരു 1/4 സ്പൂണൊക്കെ ചേർത്താൽ മതിയാകും. അപ്പോൾ ഈ പഞ്ചസാര ഡയറക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഇടുന്ന വഴിയെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ചെറിയ ക്രിസ്റ്റൽ പോലെ ആകുമ്പോൾ അതിൻ്റെ ചെറിയ മൊന കാണും. അപ്പോൾ അത് നമ്മുടെ ഫേസിലേക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചെറിയ പോറലുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഫേസിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇട്ട് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഹാർഡായിട്ടുള്ള വശങ്ങളൊക്കെ മാറിയിട്ട് പതിയൊന്ന് സോഫ്റ്റ് ആകും. അതിനുശേഷം നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഡെഡ് സ്കിന്നൊക്കെ മാറിയിട്ട് സ്കിന്നൊന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആവും. പിന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആവി പിടിച്ചിട്ട് സ്ക്രബും കൂടെ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് കളയുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഒരു മസാജിങ് ക്രീമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വീണ്ടും തൈരാണ്. 1 സ്പൂൺ തൈര് എടുക്കാം. അതിനകത്തേക്ക് ഒരു 2-3 തുള്ളി നമ്മുടെ ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2-3 അല്ല 4 തുള്ളി കൂടുതൽ വേണ്ട ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. അതല്ല എങ്കിൽ സാധാരണ മഞ്ഞൾപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ സാധാരണ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. സാധാരണ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫേസിലൊരു ചെറിയൊരു കളർ വരും. കസ്തൂരി മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഫേഷ്യലിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ മസാജിങ് എന്ന് പറയുന്നത്. മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകും. അപ്പോൾ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചുളിവുകളൊക്കെ മാറി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം നമുക്കിത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി ഫേഷ്യലിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു ഫേസ് പായ്ക്കാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കടലമാവാണ്. 1/2 സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ ആദ്യം എടുത്ത കോഫി പൗഡറിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ, അതായത് ഒരു 1/2 സ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഫി പൗഡർ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു ബ്രൈറ്റ്നസ് നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ കടലമാവും അതെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവിടെ 1 സ്പൂൺ തൈരും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അടിപൊളിയൊരു ഫേസ് പായ്ക്കാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 90% ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പും കൂടിയുണ്ട്. വേറൊന്നുമല്ല, ഒരു കുറച്ച് ഐസ് വാട്ടർ എടുത്ത് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ ചെയ്തതിന് ശേഷം അന്നത്തെ ദിവസം നമ്മൾ ഫേസിൽ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഫേഷ്യലാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്